നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ട് തരം മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. ഒന്ന് പെർമനൻ്റ് മൈൻഡ് സെറ്റ്, രണ്ടാമത്തേത് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. രണ്ട് തരം മൈൻഡ് സെറ്റ് ഉണ്ട്. ഒന്നെന്ന് പറയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്കിനിയും നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടായി, പ്രതിസന്ധി ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ നിരാശപ്പെട്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്, എനിക്ക് യാതൊരു വിധത്തിലും ഒരു രാശിയില്ല, ഞാൻ എന്ത് ചെയ്താലും ഈ രീതിയിൽ അവസാനിക്കുകയുള്ളൂ എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചിന്തിച്ചുകൊണ്ട് നമുക്ക് നിരാശപ്പെട്ട് വേണമെങ്കിൽ ജീവിക്കാം. ഇത് ഒരു എന്താ പറയുന്നത്, ഒരു ഈ പെർമനൻ്റ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ പരാജയപ്പെട്ടവരുടെയൊക്കെ മനസ്ഥിതിയാണ്. എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റു ചിലരുണ്ട്, ഞാൻ ഒരു പാഠമാണ് പഠിച്ചിരിക്കുന്നത്, എനിക്ക് മെച്ചപ്പെടണം, ഞാൻ ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ, ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ എൻ്റെ ജീവിതം ഇതിനേക്കാളും വേഴ്സാകും, മോശമായി പോകത്തേ ഉള്ളൂ, എനിക്ക് മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ രീതിയിൽ ചെയ്താൽ പോരാ, എനിക്ക് മാറി ചിന്തിക്കണം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ മാറി പ്രവർത്തിക്കണം, എൻ്റെ ദിനചര്യകൾ മാറ്റണം, എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റണം, എൻ്റെ ചിന്താ രീതികൾ മാറ്റണം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് മുന്നേറുന്ന ആൾക്കാരുണ്ട്. അവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അപ്പോൾ ജയപരാജയങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളെയോ ആശ്രയിച്ചല്ല, നമ്മുടെ മൈൻഡ് സെറ്റിനെ ആശ്രയിച്ചാണ്. നമ്മളെങ്ങനെ ചിന്തിക്കുന്നു, നമ്മളെങ്ങനെ ഓരോ കാര്യങ്ങളെയും കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് രണ്ട് വിഭാഗമായിട്ട് ആൾക്കാരെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. രണ്ട് ഗണത്തിൽ വരുന്നത്, ഒന്ന് ലേണേഴ്സ്, രണ്ടാമത്തേത് നോൺ ലേണേഴ്സ്. ലേണേഴ്സ് എന്ന് പറയുമ്പോഴേക്കും അവർക്ക് എന്തും അറിയുവാനും അതേപോലെ തന്നെ മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനുള്ള ഒരു ത്വരയുണ്ട്. അവർക്ക് ഉയരണമെന്നാണ് അവർ ചിന്തിക്കുന്നത്, അവർ മെച്ചപ്പെടണമെന്നാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ പോയാൽ പോരല്ലോ, ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുമല്ലോ, ഈ പ്രതിസന്ധി അതിജീവിക്കാനായിട്ട് ഇതിനൊരു മറുവശം എന്താണ് എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതൊന്നും എനിക്കത് പറ്റത്തില്ല, എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, ഞാനിത് എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, അതിനുള്ള കഴിവ് എനിക്കില്ല, അതിനുള്ള പ്രാപ്തി എനിക്കില്ല, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരു ഭാഗ്യമില്ലാത്തൊരു നിർഭാഗ്യവാനാണ്, ഈ രീതിയിൽ ചിന്തിക്കുന്ന നോൺ ലേണേഴ്സും. അപ്പോൾ ലേണേഴ്സും ഉണ്ട്, നോൺ ലേണേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ ഗ്രോവിങ് മൈൻഡ് സെറ്റ് ഉണ്ട്, അതേപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റിഫായിട്ടുള്ള മൈൻഡ് സെറ്റുകാരുണ്ട്. ഇതിലേത് ഗണത്തിലാണ് നമ്മൾ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം. ഓർത്തുകൊള്ളുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഒതുങ്ങി കഴിയാനുള്ളവരല്ല. നമുക്ക് എപ്പോഴും വേണമെങ്കിലും മാറാം. ഈ ഭൂമുഖത്ത് നമുക്ക് അത് ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും പോവുക എന്ന രീതിയിൽ നമുക്ക് പ്രവചിക്കാനാവാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അത് മനുഷ്യർ മാത്രമാണ്. അറ്റ് എനി ടൈം വി ക്യാൻ ചേഞ്ച്, നമുക്ക് മാറുവാനായിട്ട് സാധിക്കും. പക്ഷേ ആ മാറ്റം നമ്മുടെ വളർച്ചയാണോ നമ്മുടെ തളർച്ചയാണോ, മാറ്റം നമ്മളെ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകുമോ അതോ തകർച്ചയിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ നോക്കുക, അത് ഗ്രോവിങ് മൈൻഡ് സെറ്റാണോ അതോ നമ്മളെ തളർത്തുന്ന, നമ്മളെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ചരടിലൊരു പശുവിനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റുമേ കറങ്ങത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല, അതിനപ്പുറത്തേക്ക് അതിന് ഒരു ലോകമുണ്ടെന്നോ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അതിനെ കെട്ടിയിട്ടിരിക്കും. അതേ രീതിയിൽ നമ്മുടെ ചിന്തയും നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണോ, നമ്മുടെ മാനസികാവസ്ഥയും ആ രീതിയിലാണോ, അതിനെ ഒന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾക്കും മറ്റുള്ളവരെ പോലെ തന്നെ ഉയരങ്ങളിലെത്തുവാനായിട്ട് സാധിക്കും. അതിനുള്ള പൊട്ടൻഷ്യൽ നമുക്കുണ്ട്. നമ്മളാവണം, മറ്റുള്ളവരാകാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ജീവിക്കരുത്. നമ്മളുടെ എന്താണോ അവസ്ഥ അത് മനസ്സിലാക്കി ആ രീതിയിൽ അതിനെ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ പോലെ തന്നെ നമ്മൾക്കും നമ്മുടേതായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഓർത്തുകൊള്ളുക, നമ്മൾക്ക് വേണ്ടുന്നത് ലേണിംഗ് മൈൻഡ് സെറ്റാണ്.